ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ വിറപ്പിച്ചുകൊണ്ട് ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ കുതിപ്പ് തുടരുന്നു. ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഒന്നൊന്നായി തകർത്തെറിഞ്ഞുകൊണ്ട് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കളക്ഷൻ വേട്ടയിൽ പുതിയ ചരിത്രം കുറിക്കുകയാണ്. ഇന്ത്യൻ സിനിമകളെ പോലും ഞെട്ടിക്കുന്ന രീതിയിലാണ് ഹോളിവുഡ് സൂപ്പർ ഹീറോയ്ക്ക് നമ്മുടെ നാട്ടിൽ സ്വീകാര്യത ലഭിക്കുന്നത്. റിലീസ് ചെയ്ത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചിത്രം കൈവരിച്ച റെക്കോർഡ് കളക്ഷൻ കണക്കുകൾ ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുകയാണ്. റിലീസ് ചെയ്ത ആദ്യ ദിനം മുതൽ തന്നെ വലിയ തരംഗമാണ് ചിത്രം സൃഷ്ടിച്ചത്. ചിത്രം വിതരണത്തിലെത്തിച്ച സോണി പിക്ചേഴ്സ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം റിലീസ് ദിനമായ ജൂലൈ 30 മാത്രം 73 കോടി രൂപയാണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയത്. ഒരു ഹോളിവുഡ് ചിത്രം ഇന്ത്യയിൽ നേടുന്ന എക്കാലത്തെയും വലിയ റിലീസ് ഡേ കളക്ഷൻ റെക്കോർഡാണിത്. ഇന്ത്യയിലെമ്പാടുമുള്ള മാർവൽ ആരാധകർ ഒന്നടങ്കം തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തിയതോടെ ആദ്യ ദിനം തന്നെ വൻ കുതിപ്പാണ് ബോക്സ് ഓഫീസിൽ ദൃശ്യമായത്. ആദ്യ ദിനത്തിലെ വൻ വിജയത്തിന് ശേഷം കളക്ഷൻ ഗ്രാഫ് താഴേക്ക് പോകുന്ന സാധാരണ രീതിക്ക് വിപരീതമായി തുടർന്നുള്ള ദിവസങ്ങളിലും ചിത്രം കളക്ഷൻ ഉയർത്തുന്ന കാഴ്ചയാണ് കണ്ടത്. റിലീസിന്റെ തുടർന്നുള്ള ദിവസങ്ങളിൽ ആദ്യ ദിനത്തേക്കാൾ വലിയ ജനത്തിരക്കാണ് തിയേറ്ററുകളിൽ അനുഭവപ്പെട്ടത്. സോണി പിക്ചേഴ്സ് ഇന്ത്യ ഇന്നലെ പുറത്തുവിട്ട ഏറ്റവും പുതിയ ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം ചിത്രത്തിന്റെ ഇന്ത്യൻ ഗ്രേസ് കളക്ഷൻ ഇതിനോടകം തന്നെ 116 കോടി രൂപ കടന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിലും ഈ കുതിപ്പ് തുടരുമെന്നാണ് ബോക്സ് ഓഫീസ് വിദഗ്ധർ പ്രവചിക്കുന്നത്. പ്രത്യേകിച്ച് വാരാന്ത്യങ്ങളിൽ തിയേറ്ററുകളിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ഞായറാഴ്ചയായ 4ാം ദിനത്തിൽ ഇന്ത്യയിലുടനീളം വൻ ഒക്യുപ്പൻസിയാണ് ചിത്രത്തിന് ലഭിച്ചത്. പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ മണിക്കൂറിൽ 60,000-ത്തിലധികം ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രാദേശിക ഭാഷാ ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന അതേ സ്വീകാര്യതയും ജനപ്രീതിയുമാണ് ഈ ഹോളിവുഡ് ചിത്രത്തിനും ഇന്ത്യയിലെമ്പാടും ലഭിക്കുന്നതെന്ന് ശ്രദ്ധേയമാണ്. കൊളംബിയ പിക്ചേഴ്സ്, മാർവൽ സ്റ്റുഡിയോസ്, പാസ്കൽ പിക്ചേഴ്സ് എന്നിവർ സംയുക്തമായാണ് ഈ വമ്പൻ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഷാങ്ചി ആൻഡ് ദി ലെജൻഡ്സ് ഓഫ് ദി 10 റിംഗ്സ് എന്ന ഹിറ്റ് ചിത്രമൊരുക്കിയ ഡസ്റ്റിൻ ഡാനിയൽ ക്രെറ്റനാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ സംവിധാനം ചെയ്തിരിക്കുന്നത്. ക്രിസ് മക്കനെയും എറിക് സോമേഴ്സും ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ടോം ഹോളണ്ട് വീണ്ടും സ്പൈഡർമാനായി അവതരിക്കുന്ന ചിത്രത്തിൽ ട്രമെൽ ടിൽമാൻ, മരീസ് ടോമൈ, മാർക്ക് റുഫാലോ തുടങ്ങിയ വൻ താരനിര തന്നെ പ്രധാന കഥാപാത്രങ്ങളായി അണിനിരക്കുന്നുണ്ട്. ഭാഷാതിർത്തികൾക്കപ്പുറത്തേക്ക് ഹോളിവുഡ് ചിത്രങ്ങൾ ഇന്ത്യയിൽ എത്രത്തോളം തരംഗം സൃഷ്ടിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് സ്പൈഡർമാന്റെ ഈ വൻ വിജയം. വരും ദിവസങ്ങളിൽ ചിത്രം ഇനിയും പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തിരുത്തിക്കുറിക്കുമെന്ന് ഉറപ്പാണ്. ഈ സിനിമയെക്കുറിച്ചും ഇതിന്റെ ബോക്സ് ഓഫീസ് മുന്നേറ്റത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.